നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നിശ്ശേരി രാമൻ സ്മാരക ട്രസ്റ്റിന്റെയും മറ്റ് വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി. കലാഭവൻ മണി ഓർമ്മയായിട്ട് 9 വർഷമായിട്ടും കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. അതിരപ്പിള്ളിയിലും പ്ലാന്റേഷൻ മേഖലയിലും സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിപ്പേരുള്ള കാട്ടാനയ്ക്ക് കാലിന് പരിക്കെന്ന് സംശയം. ജില്ലയിലെ PMGSY പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കുന്നിശ്ശേരി രാമൻ സ്മാരക ട്രസ്റ്റിന്റെയും മറ്റ് വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി. സിനിമാ താരം രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ ഗായകൻ പന്തളം ബാലനുള്ള ഈ വർഷത്തെ കലാഭവൻ മണി പുരസ്കാരം രമേശ് പിഷാരടി സമർപ്പിച്ചു. നാടക നടൻ പ്രമോദ് വിളയാനാടിനെ ചടങ്ങിൽ ആദരിച്ചു. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, VR ശാലിനി, PC മനോജ്, KS പ്രവീൺ, AC സജിത്ത്, രഞ്ജിത്ത് കലാഭവൻ തുടങ്ങിയവർ സംസാരിച്ചു. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ് മേറ്റ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മണി സ്മൃതി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഭദ്രദീപം തെളിയിച്ചു. വിജയികൾക്ക് ഉണർത്ത് ഫോക്ക് ബാൻഡും ഒലിവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നൽകുന്ന ക്യാഷ് അവാർഡുകൾ, ഇടവേളകളിൽ കാവിലമ്മ വനിതാ ഓണക്കളി ടീമിന്റെ ഓണംകളി, ഹൃദ്യ ഷെലിൻ നയിക്കുന്ന വനിതാ ചിന്തു ടീമിന്റെ ചിന്തുപാട്ടുകൾ, അവസ്ഥ അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ധനസഹായ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. സുധീർ, പ്രണവം ശശി, സുന്ദർദാസ്, KA ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർമാർ ദിബു, ദിനേശ്, എലിസബത്ത് എന്നിവർ പങ്കെടുത്തു. കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ കൂടിയായ രഞ്ജിത്ത് കലാഭവൻ, ചിന്തുപാട്ടിലൂടെ പ്രശസ്തി നേടിയ ഹൃദ്യ ഷെലിൻ, കലാകാരന്മാർക്ക് എന്നും കൈത്താങ്ങായി നിൽക്കുന്ന പ്രൊഡ്യൂസർ പ്രവാസി തര്യൻ തോമസ്, മണിയുടെ സഹപ്രവർത്തകൻ, പഴയകാല ഓഡിയോ കാസറ്റുകളിലൂടെ പ്രശസ്തനായ മിമിക്രി കലാകാരൻ കലാഭവൻ സലീം, സീനിയർ മിമിക്രി കലാകാരനും യൂണിവേഴ്സിറ്റി മിമിക്രി താരവുമായ കൃഷ്ണകുമാർ KT, സ്റ്റാൻഡപ്പ് കോമഡിയിലെ പ്രിയപ്പെട്ട താരം സജീഷ് കുട്ടനല്ലൂർ എന്നിവരെയും മണി സ്മൃതി 2025 സ്വാക്ക് ആദരിച്ചു. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇനിയുള്ള നാളുകൾ കൂടുതൽ ഇഴചേർന്ന് ഏറ്റവും അടുപ്പത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട്, പ്രിയ കലാകാരന് എല്ലാവിധത്തിലുമുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു അനുസ്മരണ പരിപാടി പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച സ്വാക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ശ്രീ കലാഭവൻ മണിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചാലക്കുടിയെ ഇതുപോലെ സ്നേഹിച്ച നമ്മുടെ സഹോദരനാണ് കലാഭവൻ മണി. പ്രസിഡന്റായിട്ട് സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ കേരളം ഏറ്റെടുത്തൊരു കലാകാരൻ വേറെ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സ്വാക്ക് എന്ന് പറയുന്ന സംഘടന ചാലക്കുടിയിലെ കലാകാരന്മാരുടെ സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കലാഭവൻ മണി ഓർമ്മയായിട്ട് 9 വർഷമായിട്ടും കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ കലാഭവൻ മണി എന്ന കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് സ്മാരക നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. സ്മാരകം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്താണ് MLAയുടെയും ജനപ്രതിനിധികളിലും മറ്റും സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഉച്ചവരെ പ്രതിഷേധ ധർണ നടത്തിയത്.
നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ, എബി ജോർജ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ്റ്ററിയത്ത്, ദീപു ദിനേശ്, ആനി പോൾ, പ്രീതി ബാബു, എം അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, II അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിയമസഭയിൽ സബ്മിഷനായി കത്തായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണോദ്ഘാടനം നടത്താമെന്ന് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നത്. നിർമ്മാണ ചുമതല ഫോക്ലോർ അക്കാദമിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 3 കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ കരാർ ഏറ്റെടുത്തതോടെ സ്മാരക നിർമ്മാണത്തിന്റെ പ്ലാൻ മാറ്റി നിശ്ചയിക്കുകയും 6000 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കലാഭവൻ മണി എന്ന അനശ്വര കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിച്ച് അടിയന്തരമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കുവാൻ തയ്യാറാകണമെന്നും MLA സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ, അദ്ദേഹം മരിക്കുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ് ഇന്ന് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ 2016-2017 ബഡ്ജറ്റിൽ കലാഭവൻ മണിക്ക് ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ചാലക്കുടിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപ ആ ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബീന സുരേന്ദ്രൻ അവതരിപ്പിച്ചു. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്കും യുവതയെ ഏർപ്പെടുത്തി പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരിക്കാനും മാലിന്യം നിക്ഷേപിക്കുന്നവരെയും വലിച്ചെറിയുന്നവരെയും പിടികൂടുന്നതിനും ലഹരി വിപത്തുകൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായാണ് പറപ്പൂക്കര സ്ക്വാഡ് പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുള്ളത്. 26,71,43,850 രൂപ വരവും 26,25,87,250 രൂപ ചെലവും 45,56,570 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളം, ദാരിദ്ര്യ ലഘൂകരണം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ ജീവനം ആരോഗ്യ പദ്ധതി 2ാം ഘട്ടം, ബഡ്സ് സ്കൂൾ, മൊബൈൽ ക്രിമിറ്റോറിയം, ലൈഫ് ഭവന പദ്ധതി, പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി പഞ്ചമി പഠന കേന്ദ്രം, പ്രധാന പാതയോരങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ, ബോട്ടിൽ ബൂത്ത്, കമ്മ്യൂണിറ്റി ലെവൽ നാപ്കിൻ ഡിസ്ട്രോയർ, ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള വായനശാലകൾക്ക് ധനസഹായം, സ്നേഹാരാമം ഓപ്പൺ ജിം, ഹാപ്പിനെസ് പാർക്കുകൾ, തെരുവു നായകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് പ്രാരംഭ ചികിത്സാ ധനസഹായം എന്നീ പദ്ധതികൾ ഈ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ആമുഖ പ്രസംഗം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, മറ്റ് വാർഡ് ജനപ്രതിനിധികൾ, സെക്രട്ടറി G സവിത തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിലും പ്ലാന്റേഷൻ മേഖലയിലും സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിപ്പേരുള്ള കാട്ടാനയ്ക്ക് കാലിന് പരിക്കെന്ന സംശയം. കഴിഞ്ഞ ദിവസമാണ് പ്ലാന്റേഷൻ മേഖലയിൽ ആന മുടന്തി നടക്കുകയും കാൽ കൊണ്ട് പൂഴിമണ്ണിൽ മാന്തുന്നതും കണ്ടത്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ചികിത്സിക്കാൻ മയക്കുവെടിവെച്ചപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി എന്ന ഈ കൊമ്പനാണ് താങ്ങി നിർത്തിയത്. ഏഴാറ്റുമുഖം അതിരപ്പിള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും വാച്ചർമാരും അടങ്ങുന്ന 10 അംഗ സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ചെറിയ മുടന്തുണ്ടെങ്കിലും വലതുകാൽ നിലത്ത് അമർത്തിയാണ് ആന നടക്കുന്നതെന്ന് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്ന വനപാലകർ അറിയിച്ചു. വൈൽഡ് ലൈഫ് ഓഫീസർമാരായ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ OV മിഥുൻ, ഡോക്ടർ ഡേവിഡ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്നത്. കാട്ടാനകൾക്ക് കാലിൽ പരിക്കുണ്ടെങ്കിലും വയറിന് അസുഖമുണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെ ഡോക്ടർമാർ നിരീക്ഷണത്തിനുണ്ടെങ്കിലും ഇന്നലെയാണ് ആനയെ കണ്ടെത്താനായത്. ഞായറാഴ്ച മറ്റൊരിടത്ത് വെച്ച് വനപാലകർ കൊമ്പനെ കാണുമ്പോൾ വലതുകാൽ അമർത്തി നടക്കുന്നതിൽ പ്രയാസപ്പെടുന്ന നിലയിലായിരുന്നു. ഇന്നലെ രാവിലെ പ്ലാന്റേഷൻ റോഡിലും പിന്നീട് പുഴയുടെ തുരുത്തിലും ആന പ്രത്യക്ഷപ്പെട്ടിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി എത്തുന്ന ഗണപതിക്ക് ഏതെങ്കിലും കമ്പിവേലിയിൽ ചവിട്ടി പാദത്തിൽ മുറിവുണ്ടായെന്നാണ് കരുതുന്നത്. ജില്ലയിലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ പ്രോജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി.
ജില്ലയിലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ 2 ഘട്ടങ്ങളിൽ പൂർത്തിയായ റോഡുകളുടെ വിവരങ്ങൾ, 3ാം ഘട്ടത്തിലെ പദ്ധതി പുരോഗതി, 4ാം ഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്നിവ അവലോകനം ചെയ്തു. 4ാം ഘട്ടത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 52 റോഡുകളും, ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 21 റോഡുകളും, ആലത്തൂരിൽ 30 റോഡുകളും ഉൾപ്പെടെ 112.17 കിലോമീറ്ററോളം വരുന്ന 103 റോഡുകളുടെ നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ ജൽ ജീവൻ മിഷൻ, കേരള വാട്ടർ അതോറിറ്റി പദ്ധതികളുടെ അവലോകനവും റോഡിന് സ്ഥലം വീതി കൂട്ടി ഏറ്റെടുക്കൽ, വൈദ്യുതി പോസ്റ്റുകളുടെ മാറ്റിസ്ഥാപിക്കൽ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ സൂര്യ ജോർജ് വിഷയാവതരണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, കേരള വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, കരാറുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ, ICDS സൂപ്പർവൈസർ ധന്യ TS എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് ആവശ്യമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 5,49,049 രൂപയുടെ ഉപകരണങ്ങൾ 32 പേർക്കാണ് വിതരണം ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നിശ്ശേരി രാമൻ സ്മാരക ട്രസ്റ്റിന്റെയും മറ്റ് വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി. കലാഭവൻ മണി ഓർമ്മയായിട്ട് 9 വർഷമായിട്ടും കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. അതിരപ്പിള്ളിയിലും പ്ലാന്റേഷൻ മേഖലയിലും സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിപ്പേരുള്ള കാട്ടാനയ്ക്ക് കാലിന് പരിക്കെന്ന് സംശയം. ജില്ലയിലെ PMGSY പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.